അപ്പോൾ നമ്മളിത് ഇന്ന് ഒരു വാഗമൺ ട്രിപ്പായിട്ട് വന്നേക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ അതിവിയുണ്ട്, അതിവിയുണ്ട്, രേഷ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ വേണ്ട അവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ജസ്റ്റ് അവിടെ ചെന്ന് നോക്കാം എന്നാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം. നമ്മളിത് ബൈക്കിനാണ് വന്നേക്കുന്നത്, നമ്മുടെ ബൈക്ക്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ടേ, ചെറിയൊരു വാട്ടർഫോളാണ്, കാണാം. ഇതുണ്ടോ, ചെറിയൊരു വാട്ടർഫോളാണേ, നല്ല രസമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ വന്നത്, പക്ഷേ ഇവിടെ കുഴിയാ. അയ്യോ, കുഴിയാ രസമേ. നമുക്ക് വേറെ എവിടെയും നോക്കാം. സ്റ്റെപ്പില്ല ഇറങ്ങാൻ വേണ്ടി. നമുക്ക് വേറെ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഇടയ്ക്കൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അദ്വി? കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് ആ സ്പോട്ട്. ഓക്കെ, അവിടെ അങ്ങ് കോടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അവിടെ കോടയുണ്ട്. നമ്മളിതേൻ്റെ ആ വഴി ഇങ്ങനെ കറങ്ങി ഇവിടം വരെ എത്തി കേട്ടോ. അതെ, അത് തന്നെ ഹുഡി ഇട്ടേക്കുന്നേ. ഇതെന്നെ ഹുഡി ഇട്ടേക്കുന്നേ? പിന്നെ തണുക്കുന്നോണ്ട് അങ്ങോട്ട് നോക്ക, കാണ്. ആ വഴി കേട്ടോ വന്ന നമ്മള്. പോവാം. ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം ലൊക്കേഷൻ ആട്ടോ ഇവിടെയൊക്കെ. അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങളെ. ഇങ്ങോട്ട് നോക്കി, എൻ്റെ പൊന്നോ. ഇതൊരു ഫോട്ടോ ഫ്രെയിം സെക്ഷനാണ്, പക്ഷെ അവിടെ അടച്ചു വെച്ചേക്കോ കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ സിപ്പ് ലൈൻ്റെ സെക്ഷൻസ് ആട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. രശ്മി, കൊച്ചിനെ പിടിച്ചോണേ. അതു നോക്കി ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിക്കും കേട്ടോ. നോക്ക്, അതും ഇരിക്കുന്നുണ്ടോ. കേട്ടോ, പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാൻ പോവാം. ഇതുവഴിയായിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന നമുക്ക് പോവാം. അദ്വി, മൊത്തം കച്ചവടക്കാരട്ടെ. ഇതുപോലെ തേയിലകളും പിന്നെന്തുവാ കുറേ പാവകളും സൺഗ്ലാസ്സുകളൊക്കെ വെക്കുന്നത്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കണം. മൊത്തം കച്ചവടക്കാരാണ്. പൈൻ ഫോറസ്റ്റിലോട്ട് കയറുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാവേ. നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ട് പോട്ടെ. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ് വരുന്നത്. അദ്വിക്ക് എടുക്കേണ്ട. 5 വയസ്സിന് മേലോട്ടുള്ളവർക്ക് എടുത്താൽ മതി. അതെ, ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ബേഡ്സുകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഒന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല, ജസ്റ്റ് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. ചവച്ച് 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 നടക്കും. മൊത്തം പൈൻമരം കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. വെയിലൊന്നുമില്ല, മഴക്കാറ് കയറി കിടക്കുക. നോക്കി, പൈൻ ഫോറസ്റ്റിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. എന്ത് വേണ്ടേ അദ്വി, രശ്മി. പതിയോ ഇത്? കുറച്ചേരം ഇവിടെ ഇരിക്കേ. കാല അട്ട ഉണ്ടോ നോക്കണം. അട്ട ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്താട്ടോ. നോക്കി, മൊത്തം അങ്ങോട്ടെല്ലാം പൈൻ ഫോറസ്റ്റാ. ഫോറസ്റ്റൊക്കെ കണ്ടിട്ട് തിരിച്ച് പോവാട്ടോ. നമ്മൾ കുറച്ച് ആളെ ഇവിടെ പോകണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് തങ്ങൽപ്പാറ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മൻ്റെ മേളും ഉണ്ടോ, ഫുള്ള് കോട കേട്ടോ. താഴേന്ന് കോട അടിച്ച് കയറി വരും. അങ്ങോട്ട് നോക്കി, നമുക്കതിനെ മേളിലോട്ട് പോവാവേ. ഈ പാറക്കൂടെ കയറി അവിടെ പോകണം. അപ്പോൾ കോടയെല്ലാം ഇറങ്ങി, ഞങ്ങൾ കയറാൻ നേരത്ത് കോടയെല്ലാം ഇറങ്ങി. പക്ഷെ അടിയിൽ നിന്ന് അടിച്ച് കയറി വരുന്നുണ്ട്. നമുക്ക് മേളിലോട്ട് പോവാം. വ്യൂ നോക്കി,
അടിപൊളിയല്ലേ? ഇപ്പം കോട ഒന്നും കയറി വരില്ല. കുറച്ച് മുമ്പ് കൊല്ല കോട കയറി വരുന്നുണ്ടായിരുന്നു. ഇപ്പം മാറി. കേട്ടണോ അവിടെ ഒക്കെ റിസോർട്ടുകളാട്ടോ. നോക്കി, ഒക്കെ റിസോർട്ടുകളാട്ടോ. എല്ലായിടത്തും റിസോർട്ടാ. തങ്ങൽപ്പാറയിലോട്ട് കയറും കേട്ടോ. നമ്മൾ അങ്ങ് മേളി വരെ പോകുന്നില്ല. അങ്ങോട്ട് നോക്കി, അതിൻ്റെ മേളിൽ മൊത്തം കോട വന്നു കേട്ടോ. അങ്ങ് മേളി വരെ പോകുന്നില്ല, കുറച്ച് കയറാം. അദ്വിനെ കൊണ്ട് കയറുന്ന ഭയങ്കര പാടാ. മേളി കോട അടിച്ച് കയറിയേക്കുന്നുണ്ട്. അത്രയും പോകുന്നില്ല നമ്മൾ. വേണ്ടേ, ഇവിടെ നിൽക്കാം. എൻ്റെ താഴോട്ട് നോക്കാം, കാണിച്ചു തരാം, വ്യൂ കാണിച്ചു തരാം. ഓക്കേ, എന്നെ വ്യൂ ആണെന്ന് നോക്കി. അടിപൊളി വ്യൂ അല്ലേ? അതുകൊണ്ട് നോക്ക്. ഇവിടം വരെ കയറിയില്ല കേട്ടോ. അത്രയും ദൂരം കയറിയില്ല. അവിടെ പോകണം. നല്ല മഞ്ഞിനകത്ത് കോടയ്ക്കകത്ത് നിൽക്കാം. ഇവിടം വരെ കയറിയില്ല കേട്ടോ. ഇവിടെ എന്തേ അവിടെ നിന്ന് അവിടെ ഒരു ലേക്ക് കാണാം. പിന്നെ ഈ ഇത് മൊത്തം കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒത്തിരി ഇല്ല, എന്നാലും റിസോർട്ടുകളാവും മൊത്തം വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ തങ്ങപ്പാറയിൽ നിന്ന് ഇറങ്ങിപ്പോവാം കേട്ടോ. രേഷ്മ ഇറങ്ങി വരുന്നുണ്ട്. അതിവിടെ ഉണ്ട്. നമ്മൾ ഇറങ്ങിപ്പോൾ നമ്മൾ അങ്ങാവേ വണ്ടി വെച്ചേക്കുന്നേ. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഉണ്ടോ, എന്ത് രസം. ഇത് കാർമേഘം കയറി വരും കേട്ടോ. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. സമയം ഏകദേശം 12:30 കഴിഞ്ഞ്. ഇതേ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഞാൻ നിൽക്കണോ? നമ്മൾ 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കേ ഉണ്ടോ, കുഴപ്പമില്ല കേട്ടോ ബിരിയാണി. അതെ, മുട്ടക്കുന്നിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുട്ടക്കുന്നിൻ്റെ അവിടെ ഇവിടെ ഉണ്ട്. നമ്മളെ പട്ടം മേടിക്കുക. പട്ടം അതും ഇവർ പട്ടമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഉണ്ടോ നോക്കി, എല്ലായിടത്തും പട്ടം കയറി കിടക്കാം. നമ്മൾ മമ്പളയിലും പട്ടമുണ്ട്. നമ്മൾ പട്ടം പറത്താം. എനിക്ക് മുട്ടക്കുന്നിലോട്ട് പോകട്ടോ. രേഷ്മൊക്കെ തച്ചിന് പട്ടം പറത്താം. ദോ ഇരിക്കും നമ്മുടെ വട്ടം. ദോ അത് നമ്മുടെ വട്ടം. നോക്കി, എന്ത് യാതാ നമ്മുടെ വട്ടം കേട്ടോ. അടിപൊളി കാറ്റ്. ഈ അടിപൊളി നല്ല രസം. അത്രയും ദേശം കൂടി അടിയാണ് പട്ടം പറത്താൻ വേണ്ടി. കണ്ടോ, പിന്നെ കൊടുക്ക് കൊടുക്ക്. അങ്ങോട്ട് പട്ടം നോക്ക്. വേണ്ടേ, ബബിൾസ് ചുമ്മാ വെച്ചാൽ മതി, പറക്കും. അധികം എവിടെയൊന്ന് പറപ്പിക്കുന്നുണ്ടോ? ഇത് അതിന് വട്ടാക്കിയിട്ട് നിൽക്കുന്നത്. അതിന് വട്ട അവിടെ നിൽക്കി. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത വന്നത് ലേക്ക് വ്യൂയിലോട്ട് സമയമുണ്ടായി പോട്ടോ. 1 ഡേ ട്രിപ്പ് വാഗമൺ ഇത്രയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അത് കുറേ വരുന്നുണ്ട്. ഓ
പോവാം. ഈ ടൈം കൊണ്ട് നമുക്ക് ലേക്ക് വ്യൂലോട്ടും പോവാം. വാ, വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് വാഗമൺ മെഡോസ് മുട്ടക്കുന്ന്. ഈ കുന്നുകളെല്ലാം പോകാൻ കേട്ടോ. പോലെ ഉരുണ്ട കുന്ത പോലെ കുന്ന്. ഈ കുന്നുകളിലെല്ലാം നമുക്ക് പോകാം. ഇറങ്ങി എല്ലായിടത്തും പോകാം. അവിടെ എല്ലാം മുട്ടക്കുന്നുകളാണ് ഫുള്ള്. അയ്യോ ഇതാണ് ഇവിടുത്തെ മുട്ടക്കുന്നിലോട്ടുള്ള എൻട്രി. ഇവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ അടുത്ത ലേക്ക് വ്യൂയിലോട്ടൊക്കെ പോയാൽ ടൈം ഉണ്ടോ നോക്കാം. ടൈം ഉണ്ടെങ്കിൽ ലേക്ക് വ്യൂയിലോട്ടും പോയിട്ട് അവിടെ നിന്നും കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. മൊത്തം കോടയാ അവിടെ അല്ലേ. നമ്മളിപ്പോൾ വാഗമണ് ലേക്ക് വ്യൂയിലൊക്കെ ഉണ്ടുണ്ട് കേട്ടോ. ടീ എസ്റ്റേറ്റിന് നടുക്കുള്ള ലേക്ക്. നമുക്ക് ബോട്ടിങ് സൗകര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ഇപ്പം സമയം 2 മണി. അപ്പോൾ 3 മണിക്കുള്ളിൽ നമുക്ക് കയറണം ഇവിടെ നിന്ന്. വ്യൂ കാണിച്ചു തരാവേ. ഇവിടെ ഒരു പഴയ ട്രാക്ടറൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നടന്നു പോകാൻ ഒരു കുറച്ച് സ്ഥലമുണ്ട് അങ്ങോട്ട്. ബോട്ടിങ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയല്ലേ. പെഡൽ ബോട്ടിൻ്റെ എഴുത്തുണ്ട് കേട്ടോ. 200 ആട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ലേക്കിൻ്റെ തൊട്ടടുത്ത് ഈ പാലത്തെ കൂടി അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹാൻഡിലുള്ള വണ്ടി എടുക്കാം. നമുക്ക് ഈ പാലത്തെ കൂടി ആ നടുക്ക് പോയിട്ട് അടം വരെ പോയിട്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്. രേഷ്മ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാം ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രേഷ്മയെ കുറേ നേരം എടുക്കണമെന്ന് രേഷ്മ പറയുന്നത്. രേഷ്മ എടുക്കുന്നില്ലെന്ന് വീഡിയോ പരാതി കേട്ടോ. എന്തൊരു ആട്ടാ കാട്ടിയത്. ഈ പാലത്തെ കൂടി അവിടെ നടക്കാം. ഇവനെ പിടിച്ചു, അതുവിനെ പിടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയില്ല കേട്ടോ. അതിൻ്റെ അപ്പുറം ആ കാടിനോട്ടൊക്കെ വിട്ട് അട്ടയുണ്ട്. അട്ട ഇല്ല നമ്മൾ ലേക്കിൻ്റെ നടുക്കാണേ. നല്ല കാറ്റുണ്ട്. പക്ഷെ കോട എങ്ങനെയില്ല ഇവിടെ. നല്ല കാറ്റുണ്ടേ. ലേക്കിൻ്റെ നടുക്കത്തെ പാലം. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണേ. ഓക്കെ, നല്ല രസമില്ലേ. ആ കാടിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തേയിലക്കാടത്തി മൊത്തം അട്ടയാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ. ഇവിടെ ആരില്ലാത്തൊരു വീടുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. മൊത്തം അട്ടശല്യമാണെന്ന് പറഞ്ഞു. മൊത്തം അട്ടശല്യം. അങ്ങോട്ട് പോകുന്നില്ല. രേഷ്മ എടുത്തിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് മതി. ഫോട്ടോ എടുത്ത് കേട്ടോ. വാ പോവാം. എന്നെ അതെ ബോട്ടിങ് വന്നിട്ടുണ്ട്. അത് നടുക്കിന് പോണ്ട്. രേഷ്മയുടെ ഒന്ന് തുഴയുന്നുണ്ട്. ഞാൻ കാണിച്ചാലേ. ഇങ്ങോട്ട് നോക്ക്. അത് ഇങ്ങോട്ട് നോക്കി. കേട്ടോ തിരിക്ക്. അത് തിരിക്കും. ഇങ്ങോട്ട് തിരിക്കുക. അത് തിരിക്കുന്ന കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ. നേരെയാക്കണം. ഞാൻ പറ്റോ ഇതിന്റെ പുറകോട്ട് വേണം ചേട്ടാ. അങ്ങോട്ട് ഇവനാ ഓടിക്കുന്നത്. ഇവനെ അത് കാട്ടിലേക്ക് കൊണ്ടുപോണ. പച്ചപ്പൊക്കെ ഇങ്ങോട്ട് അവരിടിക്കല്ലേ കൊണ്ടുപോയി. ഇങ്ങോട്ടാ അദ്വി വേണമെങ്കിൽ അതേണ്ട അവിടുത്തെ നീല വീടേണ്ട. നമ്മുടെ വാഗമൺ ട്രിപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് പോകുന്ന വഴിയാണ്. തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ദിവസം കൊണ്ട് ഇപ്പം നമ്മൾ സമയം 2:31 ആയതേ ഉള്ളൂ. നമ്മളെപ്പോൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന് 8:45 ഇറങ്ങിയതാണ്. തോട്ടങ്ങളാട്ടോ. തേയിലനുള്ളി എടുക്കുന്നുണ്ട്.
അത് വേണ്ടത് വഴി പോകുന്നു.